ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സോയാബീൻ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് ഈ സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചൂടായതിനു ശേഷം നമുക്ക് സോയാബീൻ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ടിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് ചൂടായതിനു ശേഷം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മസാല ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ച ചുവ മാറുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില മല്ലിയില ഇട്ടാൽ നമ്മുടെ ഐറ്റം റെഡി.